ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു കേക്ക് വ്ലോഗും ചെറിയൊരു ബർത്ത്ഡേ വ്ലോഗൊക്കെ ആയിട്ടാണ് കേട്ടോ. ഇത് എൻ്റെ അനിയത്തിയുടെ മോനാണ്. അവൻ്റെ ബർത്ത്ഡേയുടെ വിശേഷങ്ങളും അവൻ്റെ കേക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അവൻ്റെ കേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എനിക്ക് നല്ല കമൻസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. അത് മാത്രമല്ല കേട്ടോ, എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ആരാന്ന് വെച്ചാൽ 4 കപ്പ് കേക്കാണ് കേട്ടോ. കപ്പ് കേക്കിനെ പറയാൻ പറ്റില്ല, എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അനിയത്തിയുടെ മോനൊരു ആനപ്രേമിയാണ് കേട്ടോ. അവന് ആനകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ്റെ സ്റ്റാറിന് നമ്മളൊരു കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്ക് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നെറ്റിപ്പട്ടം കിട്ടിയ ആന മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളൊരു റെഫറൻസ് പിക്കും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈസി അല്ലേ, വലിയ പണിയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോണ്ടൻറ്റിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ട് വെർട്ടിക്കലായിട്ട് വെച്ച് കൊടുക്കുക. ചെയ്തു തുടങ്ങിയപ്പോൾ ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ. ആ ഒരു ഷേപ്പ് ആക്കി എടുക്കാൻ കാണുമ്പോൾ കുറച്ചെങ്കിലും ഒരു പെർഫെക്ഷൻ തോന്നണ്ടേ, നമ്മൾക്കിങ്ങനെ നടന്നു വരുന്ന ഒരു ആനേനെ പോലെ തോന്നണ്ടേ. അപ്പോൾ ആ ഒരു വിധത്തിലേക്ക് ആക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുവിധം ഒപ്പിച്ചെടുത്തു. രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയും നമ്മൾ ആ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ ചുറ്റുമുള്ള ആ ഒരു കളറ് ഇല്ലേ, അത് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടാണ് കേട്ടോ ചെയ്തത്. ഇതിൻ്റെ കൂടെ 2 ചെണ്ടയും അതുപോലെ തന്നെ കുറച്ച് ഡെക്കറേഷൻസ്, ഫോൺ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ കേക്കിലേക്ക് ഫിക്സ് ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ ഞാനത് ഇവിടെ നിന്ന് ചെയ്യാതെ അവിടെ പോയിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആനയല്ലേ, ചിലപ്പോൾ അത് താഴ്ത്തിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ആ തിരക്കിനിടയിൽ എനിക്കിത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് പേർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആന ചെയ്യുന്ന വീഡിയോ ഉണ്ടോയെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ ആനയും ചെണ്ട നമ്മൾ ആ ഒരു കളറാക്കി എടുത്തിരിക്കുന്നത് ടെറാക്കോട്ട കളർ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതേ ഫോണ്ടൻറ്റിൽ ബ്ലാക്ക് കളർ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് അതിൽ ലൈൻസ് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് ടെറാക്കോട്ട കളർ വെച്ചിട്ടാണ് പേര് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കേക്കിൻ്റെ പുറത്താണ് കേട്ടോ നമ്മൾ ഈ ഡെക്കറേഷൻസൊക്കെ വെച്ച് കൊടുക്കുന്നത്. കേക്കും ഫ്ലേവറും ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എല്ലാം നമ്മുടെ ഇഷ്ടത്തിനായിരുന്നു. അപ്പോൾ ഞാൻ വാനില ഫ്ലേവറിലാണ് കേട്ടോ ചെയ്തത്. 5 ലെയറാണ് വെച്ച് കൊടുത്തത്. എന്നിട്ട് കുറച്ച് ടെറാക്കോട്ട കളറ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ആണ് ആ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തത്. താഴെ ഒലീവ് കളറും കൊടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മളെ കേക്കിലേക്ക് നമ്മുടെ ഫോൺ ഡെക്കറേഷൻസൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫോണിലൊരു ഫോട്ടോ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ കൊണ്ടുപോയി വെച്ചിട്ടും മറ്റുള്ളവരും പിന്നെ അതുപോലെ ക്യാമറ ഉണ്ടായിരുന്നു, അപ്പോൾ അവരൊക്കെ എടുത്ത ഫോട്ടോസാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കപ്പ് കേക്ക്സും അതുപോലെ കുറച്ച് പീസ് കേക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കപ്പ് കേക്ക്സിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു ആനകളൊക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തത്. അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ബലൂൺസൊക്കെ നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആ ഒരു ആനയുടെ ആ ഒരു പിക്ചറൊക്കെ ഉണ്ടല്ലോ, ആ കട്ടൗട്ട്, അതൊക്കെ അവൾ തന്നെ പ്രിൻ്റ് എടുത്ത് കാർഡ്ബോർഡിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെന്താണെന്നല്ലേ, ഇത് പോളി ഗാർഡൻ ആണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ 100-ൽ കൂടുതൽ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള ആൾക്കാരല്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രധാനപ്പെട്ട വിശേഷങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ നമ്മൾ ഇവരും കൂടെ ആയിട്ട് പങ്കുവയ്ക്കാറുണ്ട് കേട്ടോ. ചെറിയ രീതിക്കെങ്കിലും നമ്മൾ ഇവരുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. നമുക്കവിടെ പോകാം. രാവിലത്തെ ഫുഡ് അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ നമുക്ക് അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അവർക്ക് വിളമ്പി കൊടുക്കാം. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരിക്കും ഭക്ഷണം കഴിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അവിടെ പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ അടുത്ത ഫുഡാണ് അവിടെ കൊടുത്തത്. പിന്നെ ഇതേ കേക്കൊക്കെ കട്ട് ചെയ്തു. ആനേനെ ആനയുടെ ആ കേക്ക് കണ്ട മുതൽ പിന്നെ ആ കേക്കിൻ്റെ പുറകെ തന്നെ ആയിരുന്നു കേട്ടോ. കേക്ക് കട്ട് ചെയ്യുക പറഞ്ഞ് നടക്കുമായിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ഇതേ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരത്തിന് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, രാവിലെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം വന്നിട്ട് വേഗം സ്പഞ്ചുകളൊക്കെ റെഡിയാക്കി വെച്ചു, എല്ലാം ക്രം കോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഇതേ രാവിലെ എഴുന്നേറ്റിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതൊരു 3 kg വെയിറ്റ് വരുന്ന ഒരു കേക്കായിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ താഴെ ഞാൻ 8 ഇഞ്ചിൻ്റെ മുകളിലും മുകളിൽ 6 ഇഞ്ചിൻ്റെ മുകളിലുമാണ് ചെയ്തത്. താഴെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന കളറ് ബ്ലൂവും അതുപോലെ തന്നെ യെല്ലോയും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. മുകളിൽ ടെറാക്കോട്ട കളർ ഒരു ഡ്രോപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇതേ ഒരു ടെഡി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ഫോൺ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ക്ലൗഡ്സും അതുപോലെ തന്നെ താഴെ കുറച്ച് ട്രയാങ്കിൾ ഷേപ്പിൽ കുറച്ച് ഫോണ്ടൻറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തു. ഒന്ന് ലൈൻസ് ഇട്ടതിന് ശേഷമാണ് കേട്ടോ വെച്ച് കൊടുത്തത്, അല്ലെങ്കിൽ തെന്നിപ്പോണ്ടാന്ന് വിചാരിച്ച് ചെയ്തതാണ്.
പിന്നെ താഴെ ഒരു കാറും കുറച്ച് ഫോക്സ് ബോൾസും അതുപോലെ കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ പീസ് കട്ട് ചെയ്തതൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. മുകളിൽ ഒരു ടോപ്പർ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അയച്ചു കൊടുത്ത പിക്ചറിൽ നിന്ന് കസ്റ്റമർ സെലക്ട് ചെയ്തതായിരുന്നു ഈ ഒരു പിക്ചർ കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു ലുക്കിൽ തന്നെയാണ് കൊണ്ടുവരാൻ വേണ്ടി നോക്കിയത്, കളറും. അപ്പോൾ ഇതേ കുറച്ച് സ്റ്റാർസൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കേക്കൊക്കെ ഒന്ന് ഫിനിഷാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന ടെഡി ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരുവിധം കേക്കൊന്ന് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പേര് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫോണ്ടൻറ്റിൽ ബോർഡിലാണ് കേട്ടോ, കേക്കിൻ്റെ ബോർഡിലാണ് ഫോണ്ടൻ കട്ട് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ഒരു കേക്ക് തന്നെയായിരുന്നു കേട്ടോ ഇത് 2 kg വാനില കേക്കാണ്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ മോൾഡിൽ കുറച്ച് ഹൈറ്റിലാണ് കേട്ടോ ചെയ്തത്. അതുപോലെ ഒലീവ് കളർ വെച്ചിട്ടാണ് കേക്ക് കവർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതും നമ്മൾ അയച്ചു കൊടുത്തതിന് കസ്റ്റമർ സെലക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് കാർ തീമിലായിരുന്നു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കാറുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കാറിൻ്റെ കളേഴ്സ് കൊടുത്തിരിക്കുന്നത് മുകളിൽ ടെറാക്കോട്ടയും ഡാർക്ക് ഷെയ്ഡിലും താഴെ ലൈറ്റ് ഷെയ്ഡിൽ ആ ഒരു കാറ് വൈറ്റ് കളർ കാണുന്ന പോലെ കുറച്ചൊന്ന് ലൈറ്റ് ഷെയ്ഡ് കൊടുത്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് ക്ലൗഡ്സ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് സ്റ്റാർസും കുറച്ച് ഷുഗർ ബോൾസൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലൗഡ്സ് ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് 1 എന്നുള്ളൊരു ടോപ്പറും അതുപോലെ ഫോണ്ടൻറ്റിൽ പേരും കൂടെ ഒന്ന് എഴുതി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ 4 കപ്പ് കേക്കും അതുപോലെ തന്നെ 1/2 kg വെയിറ്റ് വരുന്ന ഒരു ഹാഫ് ബർത്ത്ഡേയുടെ കേക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും രാവിലെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ നേരത്തെ തന്നെ ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഒരു പണി ഉണ്ടായിരുന്നു എന്ന്, കപ്പ് കേക്ക് പണി തന്നു. അത് വേറൊന്നുമല്ല കേട്ടോ. ഈ ഒരു 4 ബോക്സിൽ കേക്ക് ഉണ്ടായിരുന്നു, 3 കേക്കും 4 കപ്പ് കേക്കും കൂടെ. അപ്പം ഞാൻ കേക്കുകളെല്ലാം കാറിനകത്ത് വെച്ചിട്ട് കാറിൽ കയറിയിരുന്നു. പിന്നെയാണ് കേട്ടോ ഓർമ്മ വന്ന് കപ്പ് കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. പിന്നെ അത് കപ്പ് കേക്ക് എടുക്കാൻ വേണ്ടി വീണ്ടും തിരിച്ചിറങ്ങി വന്നതാണ്. കാലൊന്നും മടങ്ങിയിട്ട് താഴെ വീണ് മുട്ടൊക്കെ പൊട്ടിയിട്ടോ. എന്നിട്ട് പിന്നെ നല്ല വേദന ഉണ്ടായിരുന്നു, നല്ല പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കേക്ക് നമുക്ക് ഡെലിവറി കറക്റ്റ് സമയത്ത് കൊടുക്കേണ്ടതുകൊണ്ട് പിന്നെ അതിൽ കാലിലൊരു കുഞ്ഞ് കെട്ടൊക്കെ കെട്ടിയിട്ട് ഡെലിവറി കഴിഞ്ഞു തിരിച്ചു വരുന്ന വഴിക്കാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോയത്. ഇപ്പോൾ നല്ല പണിയായിട്ടുണ്ട്, കാല് മടക്കാനൊന്നും പറ്റില്ല. ഡെയിലി ഹോസ്പിറ്റലിൽ പോയിട്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ. ഇതാണ് ആ 1/2 kg കേക്ക് ഉണ്ടായിരുന്നത് കേട്ടോ, ഹാഫ് ബർത്ത്ഡേയുടെ കേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് 4 കേക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ക്യാൻസൽ ചെയ്യണമെന്ന്. പിന്നെ വിചാരിച്ചു നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, കാലിനല്ലേ പ്രശ്നം, ഇരുന്നിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കി വന്നിട്ട് ഫിനിഷ് ചെയ്ത കേക്കുകളാണ് കേട്ടോ ഇതൊക്കെ. 1/2 kg 2 കേക്കും 1 kg 2 കേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് തൊട്ടടുത്ത ദിവസം കൊടുക്കേണ്ട കേക്കായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.